ഒരു ഞെട്ടലോടെയാണ് പെരിയയിലെ ജനങ്ങൾ കിച്ചുവിൻ്റെയും ജോഷിയുടെയും മരണവാർത്ത അറിഞ്ഞത്. നാടിനെ ആകെ കരയിച്ചു ആ വേർപാട്. കല്യോട്ട് ഗ്രാമത്തിന് അത്ര പ്രിയപ്പെട്ടവരായിരുന്നു ഇരുവരും. ആരുടെ എന്താവശ്യത്തിനും ഓടിയെത്തുന്ന രണ്ടുപേർ. ഇരുവരുടെയും വേർപാടിൽ കൃപേഷിന്റെ അസാന്നിധ്യമാണ് കൂടുതൽ നൊമ്പരമായത്. അതിനുള്ള കാരണം കൃപേഷിന്റെ ജീവിത സാഹചര്യം തന്നെയായിരുന്നു. കൃപേഷ് ആരായിരുന്നു, എന്തായിരുന്നു അവന്റെ ജീവിത സാഹചര്യം എന്നെല്ലാം അറിയണമെങ്കിൽ കാസർഗോഡ് പെരിയയിലെ കല്യോട്ട് എന്ന കൊച്ചു ഗ്രാമത്തിലെ കിച്ചൂസ് എന്നു പേരുവെച്ച പുതിയ വീടിന്റെ പുറകിലുള്ള ആ പഴയ വീട്ടിൽ ചെല്ലണം. കിച്ചു ജീവിച്ചിരുന്ന ആ കൊച്ചു വീട്ടിൽ കല്ല് കെട്ടിപ്പൊക്കിയ ഓലമേന വീട്ടിലായിരുന്നു കൃപേഷും കുടുംബവും താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അടച്ചുറപ്പുള്ള സുരക്ഷിതമായ ഒരു വീടെന്നതായിരുന്നു കൃപേഷിന്റെ സ്വപ്നവും. ആ സ്വപ്നമാണ് കഴിഞ്ഞ ദിവസം യാഥാർത്ഥ്യമായത്. അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീട്ടിലാണ് ഇനി കിച്ചുവിന്റെ ആഗ്രഹം പോലെ അച്ഛനും അമ്മയും അവന്റെ കുഞ്ഞു പെങ്ങളും കഴിയുക. എന്നാൽ സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ കൈപിടിച്ച് കൂടെ കയറാൻ തന്റെ ഏട്ടൻ ഇല്ലാലോ എന്ന ദുഃഖമായിരുന്നു കിച്ചുവിന്റെ കുഞ്ഞു പെങ്ങൾ കൃഷ്ണപ്രിയയ്ക്ക്. കൈപിടിച്ച് പുതിയ വീട്ടിലേക്ക് ഒരുമിച്ച് കയറാൻ കൃപേഷ് ഇല്ലാതെ അനിയത്തി കൃഷ്ണപ്രിയ നിറഞ്ഞ മിഴികളുമായി തനിയെ കയറി. കരഞ്ഞു കലങ്ങിയ മിഴികളുമായി പുതിയ വീടിന്റെ പടി കയറി വന്ന കൃപേഷിന്റെ അച്ഛനും അമ്മയും പെങ്ങന്മാരും കണ്ടു നിന്നവർക്കെല്ലാം ഒരു നൊമ്പരമായി. ഒറ്റമുറി വീട്ടിൽ നിന്നും 2 മുറികളും ഒരു ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടുമുള്ള വീട്ടിലേക്കുള്ള മാറ്റം. കൂടെയില്ലെങ്കിലും ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാകും കിച്ചുവിന്റെ ആത്മാവ്. കൃപേഷിന്റെയും ശരത്തിന്റെയും മരണത്തിനു ശേഷം കൃപേഷിന്റെ ജീവിത സാഹചര്യം അറിഞ്ഞ ഹൈബി ഈഡനാണ് തണൽ എന്ന ഭവന പദ്ധതിയിലൂടെ കൃപേഷിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. 20 ലക്ഷം രൂപയുടെ വീടാണ് കൃപേഷിനായി ഹൈബി ഈഡൻ പണിയിപ്പിച്ച് നൽകിയത്. കയറി ചെല്ലുമ്പോൾ തന്നെ വലതുഭാഗത്തായി കിച്ചൂസ് എന്ന പേര് കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. അകത്ത് കയറിയാൽ കൃപേഷിന്റെയും ശരത്തിന്റെയും ചിത്രങ്ങൾ എങ്ങും കൃപേഷിനെ ഓർമ്മപ്പെടുത്തുന്നു. ആഗ്രഹം പോലെ സ്വന്തമായൊരു വീടെന്നത് യാഥാർത്ഥ്യമായെങ്കിലും ഓലമേഞ്ഞ ആ ഒറ്റമുറി വീട്ടിൽ തളർന്നിരിക്കുകയായിരുന്നു കൃപേഷിന്റെ അച്ഛനും അമ്മയും. കൃപേഷ് ഒരു നല്ല വ്യക്തി മാത്രമല്ല, അതിലുപരി നിരവധി കഴിവുകളുള്ള ഒരാൾ കൂടിയായിരുന്നു. നല്ലൊരു മേളക്കാരനായിരുന്നു കൃപേഷ്. അതിലുപരി ഒരു നല്ല ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു. ഇത്രയൊക്കെ മറ്റുള്ളവർക്കും അറിയൂ. എന്നാൽ കിച്ചു നന്നായി ചിത്രം വരയ്ക്കുമെന്നത് കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ കൃപേഷിന്റെ വീടിന്റെ മുന്നിലുള്ള പൊളിഞ്ഞുകിടക്കുന്ന ആ വീട്ടിൽ ചെല്ലണം. അവിടെ കാണാം കിച്ചുവിന്റെ കഴിവുകൾ. മെസ്സിയോടുള്ള അവന്റെ ആരാധന എത്രത്തോളം എന്നത് പൊളിഞ്ഞുകിടക്കുന്ന വീട്ടിലെ ചുവരുകൾ വിളിച്ചു പറയുന്നുണ്ട്. അവിടെ കിച്ചു വരച്ചു കൂട്ടിയ ചിത്രങ്ങളിൽ ഒന്നു മാത്രം പൂർണ്ണമായില്ല. അതിന് അവന് കഴിഞ്ഞില്ല. അല്ല, അത് പൂർത്തിയാക്കാൻ രാഷ്ട്രീയ പകയുമായി നടന്ന ചില കാബാലികൾ അനുവദിച്ചില്ല. കൊന്നുകളഞ്ഞത് ഒരു ജീവനെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയായിരുന്നു. ആ പെറ്റമ്മയുടെ കണ്ണുനീർ തുടയ്ക്കാൻ സ്വന്തം മകന് പകരം വയ്ക്കാൻ ഇനി എന്തു കൊടുത്താൽ മതിയാകും? ഒന്നിനെ കൊണ്ടും സാധിക്കില്ല. കിച്ചു ഇല്ലെങ്കിലും അവൻ ആഗ്രഹിച്ച പോലെ ഒരു വീട് കിട്ടി. എന്നാൽ ആ വീട്ടിൽ ഒരു ദിവസമെങ്കിലും ആ കുടുംബം കിച്ചുവില്ലാതെ സമാധാനമായി കിടന്നുറങ്ങുമോ? ഇനിയും ഉത്തരങ്ങൾ കിട്ടേണ്ടിയിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങൾക്ക്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.